ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ വന്നിട്ടുള്ളത് ബ്രോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസൊക്കെ പരിചയപ്പെടാം. വെളുത്തുള്ളി, 4 പച്ചമുളക്, ഇഞ്ചി, റോസ്റ്റ് പൗഡർ, വിനീഗർ, ലെമൺ, മല്ലിയില, റോസ്റ്റ് പൊടിയിലുണ്ടാവുന്ന സാൾട്ട്, മിക്സിയുടെ ജാറിലേക്ക് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, മല്ലിയില ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. അങ്ങനെ അരച്ചെടുത്തതാണ് ഇത് കേട്ടോ. നമ്മൾ ചിക്കൻ കട്ട് ചെയ്തെടുക്കാം. ഇനിയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് നമ്മൾ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. നാല് ടേബിൾ സ്പൂണ് വിനീഗറും ചേർത്ത് കൊടുക്കാം. ബ്രോസ്റ്റ് പൗഡറിൽ ഉണ്ടാവുന്ന സാൾട്ട് നമുക്കതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിത് അടച്ച് വെച്ചൊരു 2 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. രണ്ട് മണിക്കൂറിന് ശേഷം നമ്മൾക്ക് ഇനി ഇത് ചിക്കൻ്റെ വെള്ളമൊക്കെ വാർത്തെടുക്കാം. ചിക്കനത്തെ വെള്ളമൊക്കെ വാർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ബ്രോസ്റ്റ് പൗഡർ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടി ഒരു 2 ടേബിൾ സ്പൂണ് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് ചിക്കൻ പീസസ് ഓരോന്നെടുത്ത് ബ്രോസ്റ്റ് ബോർഡിൽ വെച്ച് നന്നായിട്ട് കവർ ചെയ്തെടുക്കാം. അങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ എല്ലാതും ഒരുപോലെ ചെയ്ത് കൊടുക്കാം.
നമ്മുടെ ചിക്കൻ പീസസൊക്കെ നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ വീണ്ടും ഒന്നുകൂടി കവർ ചെയ്തെടുക്കാം. എന്നിട്ടൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ നന്നായിട്ട് ചിക്കൻ പീസസിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്കൊരു ചട്ടി വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഈ ഓരോ ചിക്കൻ പീസസ് നമ്മൾ അതിലേക്ക് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കൊരു ഗോൾഡൻ നിറമാകുമ്പോൾ അരച്ചിട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാതും അതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നമുക്ക് എല്ലാതും അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ബ്രൗൺ നിറമാകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ബ്രോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമൻ്റ് അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബായ്. അസ്സലാമു അലൈക്കും.